എന്നാൽ നിങ്ങൾക്ക് 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടോ? വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ പണി കിട്ടാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അയ്യോ മതിയായി ചെയ്ത്. നിങ്ങൾക്ക് ഇങ്ങനെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ഇടണേ. നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടോ? ചെയ്ത് മതിയായി, അതുകൊണ്ട് ചോദിക്കുക. ഇതുപോലത്തെ വർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങളിങ്ങനെ വരച്ചു കൊടുക്കാറുണ്ടോ? ഇപ്പോൾ 1-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിന് മുന്നേ ഒരു ചിത്രം ചെയ്തു. ഇപ്പം എന്തായാലും ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ എന്തായാലും എൻ്റെ മോൾക്കാവില്ല. പക്ഷേ അതിൽ കഥ എഴുതണം. ഇതെന്ന് പറയുന്നത് ഇത് രചനോത്സവം അങ്ങനെ എന്തോ ആണ്. ആ രചനോത്സവത്തിൽ ഇങ്ങനെ ചിത്രം വരച്ചിട്ട്, അതായത് അവർക്ക് ഹിൻസ് കൊടുക്കുന്നതാണ് ചിത്രം. എന്നിട്ട് ആ ചിത്രം അവർ വരച്ചിട്ട് അതിനകത്ത് അതിനെന്താണോ ഹിൻസ് ഉള്ളത് അതിനനുസരിച്ച് കഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ വേറൊരു കഥയുടെ ഒരു ഭാഗം കൂടെ കാണിച്ചു തരാം. ഇതാണ് മറ്റൊരു കഥ എന്ന് പറയുന്നത്. അത് കഥ എഴുതിയിട്ടില്ല, മകളെ കൊണ്ട് ചെയ്യിക്കണം. വരച്ച് കഴിഞ്ഞിട്ട് കളർ ചെയ്യാണ്. അപ്പം ഇത് നമ്മൾ സാധാരണ ക്രയോണൊന്നും വെച്ച് ചെയ്താലൊന്നും വേഗം തീരില്ല. അതിന് വാട്ടർ കളർ എടുത്തിട്ട് അത് വേഗം ചെയ്തു. ഇതൊരു കിളിയും അതുപോലെ തന്നെ കുഞ്ഞും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അത് ഇത്രയും കഥ ഇത് ചെയ്തിട്ട് പിന്നെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്.